ഓം ശാന്തി. 11/1/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 20/10/2008 മധുബൻ. സന്തുഷ്ടമണിയായി വിശ്വത്തിൽ സന്തുഷ്ടതയുടെ ലൈറ്റ് വ്യാപിപ്പിക്കൂ. സന്തുഷ്ടമായിരിക്കൂ, സർവരെയും സന്തുഷ്ടമാക്കൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ സദാ സന്തുഷ്ടമായിരിക്കുന്ന സന്തുഷ്ടമണികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സന്തുഷ്ടമണിയുടെയും തിളക്കത്തിലൂടെ 4 ഭാഗത്തും എത്ര സുന്ദരമായ തിളക്കം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സന്തുഷ്ടമണിയും എത്രമാത്രം ബാബയ്ക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതാണ്, സ്വയവും പ്രിയപ്പെട്ടതാണ്. സന്തുഷ്ടത സർവർക്കും പ്രിയപ്പെട്ടതാണ്. സന്തുഷ്ടത സദാ സർവപ്രാപ്തി സമ്പന്നമാണ്. കാരണം എവിടെ സന്തുഷ്ടതയുണ്ടോ അവിടെ അപ്രാപ്തമായ ഒരു വസ്തുവുമില്ല. സന്തുഷ്ട ആത്മാവിൽ സന്തുഷ്ടതയുടെ നാച്ചുറൽ നേച്ചർ ഉണ്ടായിരിക്കും. സന്തുഷ്ടതയുടെ ശക്തി സ്വതവേയും സഹജമായും 4 ഭാഗത്തും വായുമണ്ഡലം വ്യാപിപ്പിക്കുന്നു. അവരുടെ മുഖവും അവരുടെ നയനവും വായുമണ്ഡലത്തിലും സന്തുഷ്ടതയുടെ അലകൾ വ്യാപിപ്പിക്കുന്നു. എവിടെ സന്തുഷ്ടതയുണ്ടോ അവിടെ മറ്റു വിശേഷതകൾ സ്വതവേ തന്നെ വരുന്നു. സന്തുഷ്ടത സംഗമത്തിൽ വിശേഷിച്ച് ബാബയുടെ ദാനമാണ്. സന്തുഷ്ടതയുടെ സ്ഥിതി പരിതസ്ഥിതിയുടെ മേൽ സദാ വിജയി ആയിരിക്കുന്നതിൻ്റെതാണ്. പരിതസ്ഥിതി മാറിക്കൊണ്ടേയിരിക്കുന്നു, എന്നാൽ സന്തുഷ്ടതയുടെ ശക്തി സദാ പുരോഗതി നേടിത്തന്നുകൊണ്ടിരിക്കും. എത്ര തന്നെ പരിതസ്ഥിതി മുന്നിൽ വന്നാലും സന്തുഷ്ടമണിയുടെ മുന്നിൽ ഓരോ സമയത്തും മായയും പ്രകൃതിയും ഒരു പപ്പറ്റ് ഷോ പോലെ കാണപ്പെടുന്നു. അതിനാൽ സന്തുഷ്ട ആത്മാവ് ഒരിക്കലും വിഷമിക്കുന്നില്ല. പരിതസ്ഥിതിയുടെ ഷോ മനോരഞ്ജനമായി അനുഭവപ്പെടുന്നു. ഈ മനോരഞ്ജനമായി അനുഭവിക്കുന്നതിനു വേണ്ടി തൻ്റെ സ്ഥിതിയുടെ സീറ്റ് സദാ സാക്ഷി ദൃഷ്ടാവിൻ്റേത് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. സാക്ഷി ദൃഷ്ടാവിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവർ ഇത് മനോരഞ്ജനമായി അനുഭവിക്കുന്നു. ദൃശ്യം എത്ര തന്നെ മാറിയാലും സാക്ഷി ദൃഷ്ടാവിൻ്റെ സീറ്റിൽ സ്ഥിതി ചെയ്യുന്ന സന്തുഷ്ട ആത്മാവ് സാക്ഷിയായി ഓരോ പരിതസ്ഥിതിയും സ്വസ്ഥിതിയിലൂടെ പരിവർത്തനപ്പെടുത്തുന്നു. അപ്പോൾ ഓരോരുത്തരും സ്വയം ചെക്ക് ചെയ്യണം, ഞാൻ സദാ സന്തുഷ്ടമാണോ, സദാ ആണോ, അതോ ഇടയ്ക്കിടയ്ക്കാണോ? ബാബ്ദാദ എല്ലായ്പ്പോഴും ഓരോ ശക്തിക്ക് വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, ഡബിൾ ലൈറ്റായി പറക്കുന്നതിനു വേണ്ടിയും ഈ ഒന്ന് കുട്ടികളോട് പറയുന്നു. സദാ എന്ന വാക്ക് സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് എന്ന വാക്ക് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കുന്നതേയില്ല. കാരണം സന്തുഷ്ടതയുടെ അർത്ഥം തന്നെ സർവപ്രാപ്തികൾ എന്നാണ്. എവിടെ സർവപ്രാപ്തിയുമുണ്ടോ അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നതേയില്ല. അപ്പോൾ സദാ അനുഭൂതി ചെയ്യുന്നവരാണോ അതോ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഓരോരുത്തരും സ്വയം തന്നോട് ചോദിച്ചോ, ചെക്ക് ചെയ്തുവോ? കാരണം നിങ്ങളേവരും വിശേഷിച്ച് ബാബയുടെ സ്നേഹിയും സഹയോഗിയും ഓമനകളും മധുരമധുരമായ സ്വപരിവർത്തകരുമായ കുട്ടികളാണ്. ഇങ്ങനെയാണല്ലോ. എങ്ങനെയാണോ ബാബ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണോ സ്വയം അനുഭവം ചെയ്യുന്നത്? കൈ ഉയർത്തൂ. ആരാണോ സദാ, ഇടയ്ക്കിടയ്ക്കല്ല, സദാ സന്തുഷ്ടമായിരിക്കുന്നത്?
സദാ എന്ന വാക്ക് ഓർമ്മയുണ്ടല്ലോ. കൈ അല്പം പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നല്ലത്, വളരെ നല്ലത്. കുറച്ച് കുറച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ചിന്തിച്ച് ചിന്തിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബ്ദാദ വീണ്ടും വീണ്ടും അറ്റൻഷൻ ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയവും സ്വയവും രണ്ടും നോക്കൂ. സമയത്തിൻ്റെ വേഗതയും സ്വയം തൻ്റെ വേഗതയും രണ്ടും ചെക്ക് ചെയ്യൂ. പാസ് വിത്ത് ഓണർ ആവുക തന്നെ വേണമല്ലോ. ഓരോരുത്തരും ചിന്തിക്കൂ, ഞാൻ ബാബയുടെ രാജവത്സരരാണോ? സ്വയം രാജവത്സരരായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. ദിവസവും ബാബ്ദാദ താങ്കൾക്ക് ഏതൊരു സ്നേഹസ്മരണകളാണ് നൽകുന്നത്? ഓമന സന്താനങ്ങളെ. അപ്പോൾ ഓമനകൾ ആരാണ്? ആരാണോ ഫാദറിനെ ഫോളോ ചെയ്യുന്നത് അവരാണ് ഓമനകൾ. ഫോളോ ചെയ്യുന്നത് വളരെ 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 സഹജമാണ്. ഒരു പ്രയാസവുമില്ല. ഒരേ ഒരു കാര്യം ഫോളോ ചെയ്തുവെങ്കിൽ സഹജമായി സർവ്വകാര്യങ്ങളിലും ഫോളോ ചെയ്യുന്നത് നടന്നുകൊള്ളും. ഒരേ ഒരു ലൈനാണ്. അത് ബാബ ദിവസവും ഓർമ്മിപ്പിക്കുന്നു. അത് ഓർമ്മയുണ്ടല്ലോ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഒരേ ഒരു ലൈനാണല്ലോ. ഓർമ്മിക്കുന്ന ആത്മാവിന് ആർക്കാണോ ബാബയുടെ ഖജനാവ് ലഭിച്ചത് അവർക്ക് സേവനമില്ലാതെ ഇരിക്കുവാനേ സാധിക്കില്ല. കാരണം അളവറ്റ പ്രാപ്തിയാണ്. അക്ഷയ ഖജനാവുകളാണ്. ദാതാവിൻ്റെ കുട്ടികളാണ്. അവർക്ക് നൽകാതെ ഇരിക്കുവാനേ സാധിക്കില്ല. മെജോറിറ്റിയായ നിങ്ങൾക്കേവർക്കും ഏതൊരു ടൈറ്റിലാണ് ലഭിച്ചിരിക്കുന്നത്? ഡബിൾ ഫോറിനേഴ്സ്. അപ്പോൾ ടൈറ്റിൽ തന്നെ ഡബിളാണ്. ബാബ്ദാദിക്കും നിങ്ങൾ ഏവരെയും കണ്ട് സന്തോഷമുണ്ടാകുന്നു. സദാ ഓട്ടോമാറ്റിക്കായി ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. ആഹാ എൻ്റെ കുട്ടികളെ, ആഹാ നല്ലതാണ്. ഭിന്ന ഭിന്ന ദേശത്തു നിന്നും ഏതൊരു വിമാനത്തിലാണ് വന്നിരിക്കുന്നത്? സ്ഥൂലത്തിലാണെങ്കിൽ ഏത് വിമാനത്തിൽ വന്നിരിക്കുകയാണെങ്കിലും ബാബ്ദാദ ഏതൊരു വിമാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിസ്നേഹത്തിൻ്റെ വിമാനത്തിൽ തൻ്റെ പ്രിയപ്പെട്ട വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദ ഓരോ കുട്ടിക്കും ഇന്ന് വിശേഷിച്ച് ഈ വരദാനം നൽകുകയാണ്. ഹേ ഓമനകളായ പ്രിയ സന്താനങ്ങളെ, സദാ സന്തുഷ്ടമണിയായി വിശ്വത്തിൽ സന്തുഷ്ടതയുടെ ലൈറ്റ് വ്യാപിപ്പിക്കൂ. സന്തുഷ്ടമായി ഇരിക്കണം, സന്തുഷ്ടമാക്കണം. പല കുട്ടികളും പറയുന്നു സന്തുഷ്ടമായി ഇരിക്കുന്നത് സഹജമാണ്, എന്നാൽ സന്തുഷ്ടമാക്കുന്നത് അല്പം പ്രയാസമായി തോന്നുന്നു. ബാബ്ദാദിക്ക് അറിയാം, അഥവാ ഓരോ ആത്മാവിനെയും സന്തുഷ്ടമാക്കണമെങ്കിൽ അതിനുള്ള വിധി വളരെ സഹജമായ ഉപാധിയാണ്. അഥവാ ആരെങ്കിലും താങ്കളോട് അസന്തുഷ്ടമാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ അസന്തുഷ്ടമായി ഇരിക്കുന്നുവെങ്കിൽ അവരും അസന്തുഷ്ടമാണ്. എന്നാൽ താങ്കൾക്കും അവരുടെ അസന്തുഷ്ടതയുടെ പ്രഭാവം അല്പം ഉണ്ടാകുന്നുവല്ലോ. വ്യർത്ഥ സങ്കല്പം നടക്കുന്നുവല്ലോ. ബാബ്ദാദ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ഏതൊരു മന്ത്രമാണോ നൽകിയിരിക്കുന്നത്, അഥവാ സ്വയം തന്നെ ഈ മന്ത്രത്തിൽ സ്മൃതി സ്വരൂപമായി വയ്ക്കുമെങ്കിൽ താങ്കൾക്ക് വ്യർത്ഥ സങ്കല്പം നടക്കുകയില്ല. ഇവർ ഇങ്ങനെയാണ്, ഇവർ അങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വയം സദാ വേറിട്ടവരും അവരുടെ വൈബ്രേഷനിൽ നിന്നും വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമായി അനുഭവം ചെയ്യൂ. അപ്പോൾ താങ്കളുടെ വേറിട്ടതും ബാബയ്ക്ക് പ്രിയപ്പെട്ടതുമായ ശ്രേഷ്ഠ സ്ഥിതിയുടെ വൈബ്രേഷൻ അഥവാ ആ ആത്മാവിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ പോലും വായുമണ്ഡലത്തിൽ തീർച്ചയായും വ്യാപിക്കും. അഥവാ ആരെങ്കിലും പരിവർത്തനപ്പെടാതിരിക്കുകയും
താങ്കളുടെ ഉള്ളിൽ ആ ആത്മാവിൻ്റെ പ്രഭാവം വ്യർത്ഥ സങ്കല്പത്തിൻ്റെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് എങ്കിൽ വായുമണ്ഡലത്തിൽ എല്ലാവരുടെയും സങ്കല്പം വ്യാപിക്കുന്നു. അതിനാൽ താങ്കൾ വേറിട്ടവരായി, ബാബയ്ക്ക് പ്രിയപ്പെട്ടവരായി ആ ആത്മാവിൻ്റെയും മംഗളത്തെ പ്രതി ശുഭഭാവനയും ശുഭകാമനയും വയ്ക്കൂ. പലപ്പോഴും കുട്ടികൾ പറയുന്നു, അവർ തെറ്റ് ചെയ്തുവല്ലോ, അപ്പോൾ നമുക്കും ഫോഴ്സോടുകൂടി പറയേണ്ടി വരുന്നു. അല്പം തൻ്റെ സ്വഭാവവും വായും ഫോഴ്സുള്ളതായി പോകുന്നു. അപ്പോൾ അവർ തെറ്റ് ചെയ്തു. പക്ഷേ താങ്കൾ ഏതൊരു ഫോഴ്സാണോ കാണിച്ചത് അത് തെറ്റല്ലേ? അവർ ഇനിയും തെറ്റ് ചെയ്തു. താങ്കൾ തൻ്റെ വായിലൂടെ ഫോഴ്സോടുകൂടി പറഞ്ഞു. അതിനെ ക്രോധത്തിൻ്റെ അംശം എന്ന് പറയും. അപ്പോൾ അത് റൈറ്റാണോ? തെറ്റിനെ ശരിയാക്കാൻ സാധിക്കുമോ? ഈ കാലത്തെ സമയമനുസരിച്ച് തൻ്റെ വാക്കുകളെ ഫോഴ്സ്ഫുൾ ആക്കുന്നത്. ഇതിൻ്റെയും വിശേഷ അറ്റൻഷൻ വയ്ക്കൂ. കാരണം ഉച്ചത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ പരിവർത്തനപ്പെടുന്നില്ല എന്ന് മടുപ്പോടെ സംസാരിക്കുന്നത്, ഇതും രണ്ടാമത്തെ നമ്പറിലെ വികാരത്തിൻ്റെ അംശമാണ്. പുഷ്പങ്ങളുടെ മഴ പൊഴിയുന്നത് പോലെയാകണം വായിൽ നിന്നും വാക്കുകൾ വരുന്നത് എന്ന് പറയാറുണ്ട്. മധുരമായ വാക്ക്, പുഞ്ചിരിക്കുന്ന മുഖം, മധുരമായ ബുദ്ധി, മധുരമായ ദൃഷ്ടി, മധുരമായ സംബന്ധ സമ്പർക്കം, ഇതും സർവീസിൻ്റെ ഉപാധിയാണ്. അതിനാൽ റിസൾട്ട് നോക്കൂ. അഥവാ ആരെങ്കിലും തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, തെറ്റാണ്, താങ്കൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെ. മറ്റൊരു ലക്ഷ്യവുമില്ല. താങ്കളുടെ ലക്ഷ്യം വളരെ നല്ലതാണ്. ഇവർക്ക് ശിക്ഷണം നൽകുകയാണ്, മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. പക്ഷേ റിസൾട്ടിൽ എന്താണ് കാണുന്നത്? അവർ മാറുന്നുണ്ടോ? ഇനിയും ഭാവിയിൽ മുന്നോട്ട് വരാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഏതൊരു ലക്ഷ്യം താങ്കൾ വെച്ചുവോ അത് നടക്കുന്നില്ല. അതിനാൽ തൻ്റെ മനസ്സാ സങ്കല്പവും വാണിയും, അതായത് വാക്കും സംബന്ധ സമ്പർക്കവും സദാ മധുരവും മധുരതാ സമ്പന്നവും, അതായത് മഹാനും ആക്കൂ. കാരണം വർത്തമാന സമയത്ത് ലോകത്തുള്ളവർ പ്രാക്ടിക്കൽ ലൈഫ് കാണുവാൻ ആഗ്രഹിക്കുന്നു. അഥവാ വാണിയിലൂടെ സേവനം ചെയ്യുകയാണെങ്കിൽ വാണിയുടെ സേവനത്തിലൂടെ പ്രഭാവിതമായി സമീപം വരും. ഇത് നേട്ടമാണ്. എന്നാൽ പ്രാക്ടിക്കലിൽ മധുരതയും മഹാനതയും ശ്രേഷ്ഠ ഭാവനയും പെരുമാറ്റവും മുഖവും കാണുമ്പോൾ സ്വയവും പരിവർത്തനപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രേരണ എടുക്കുന്നു. വരാൻ പോകുന്ന സമയത്തെ സാഹചര്യങ്ങൾ പരിവർത്തനപ്പെടുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കേവർക്കും മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കൂടുതൽ സേവനം ചെയ്യേണ്ടി വരും. അതിനാൽ സ്വയം തന്നെ ചെക്ക് ചെയ്യൂ. സർവ ആത്മാക്കളെ പ്രതിയും ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും വൃത്തിയുടെയും ദൃഷ്ടിയുടെയും സംസ്കാരം നേച്ചറും നാച്ചുറലും ആണോ? ബാബ്ദാദ ഓരോ കുട്ടിയെയും വിജയമാലയിലെ മണിയായി കാണുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വയം നമ്മൾ മാലയിലെ മണിയാകാൻ പോകുന്നവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ചില കുട്ടികൾ ചിന്തിക്കുന്നു, 108 മാലയിലാണെങ്കിൽ ആരാണോ നിമിത്തമായ കുട്ടികൾ അവരെ വരികയുള്ളൂ എന്ന്. എന്നാൽ ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഈ 108 മഹിമ ഭക്തിയുടെ മാലയുടേതാണ്. എന്നാൽ അഥവാ താങ്കൾ ഓരോരുത്തരും വിജയി മുത്ത് ആകുമെങ്കിൽ ബാബ്ദാദ മാലയ്ക്കുള്ളിൽ വളരെയധികം ഇഴകൾ ചേർക്കും. ബാബയുടെ ഹൃദയത്തിലെ മാലയിൽ നിങ്ങൾ ഓരോ വിജയി കുട്ടികൾക്കും സ്ഥാനമുണ്ട്
ഇത് ബാബയുടെ ഗ്യാരണ്ടിയാണ്. കേവലം സ്വയം തന്നെ മനസ്സ വാച കർമ്മണ പെരുമാറ്റത്തിലും മുഖത്തും വിജയി ആക്കി മാറ്റൂ. ഇഷ്ടമാണോ? ആകുമോ? ബാബ്ദാദയുടെ ഗ്യാരണ്ടിയാണ് വിജയമാലയിലെ മുത്താക്കി മാറ്റും എന്ന്. ആര് ആകും? എല്ലാവരും കൈ ഉയർത്തി. ശരി, ബാബ്ദാദ മാലയ്ക്കുള്ളിൽ മാല ഉണ്ടാക്കുവാൻ ആരംഭിക്കും. ഡബിൾ ഫോറിനേഴ്സിന് ഇഷ്ടമാണല്ലോ. വിജയി മാലയിൽ കൊണ്ടുവരിക എന്നത് ബാബയുടെ കാര്യമാണ്. എന്നാൽ താങ്കളുടെ ജോലിയാണ് വിജയിയാവുക എന്നത്. സഹജമാണല്ലോ. അതോ പ്രയാസമാണോ? പ്രയാസമായി തോന്നുന്നുണ്ടോ? ആർക്കാണോ പ്രയാസമായി തോന്നുന്നത് അവർ കൈ ഉയർത്തു. തോന്നുന്നുണ്ടോ? കുറച്ചു പേരുണ്ട്, ചിലരുണ്ട്. ബാബ്ദാദ പറയുന്നു, ബാബ്ദാദ എന്ന് പറയുന്നു എന്നിരിക്കെ ബാബ എന്ന് പറയുന്നതിലൂടെ ബാബയുടെ സമ്പത്ത് ലഭിക്കുകയില്ലേ? എല്ലാവരും സമ്പത്തിൻ്റെ അധികാരിയാണ് എന്നിരിക്കെ എത്ര സഹജമായാണ് ബാബ സമ്പത്ത് നൽകിയത്. സെക്കൻഡിൻ്റെ കാര്യമാണ്. താങ്കൾ എൻ്റെ ബാബ എന്ന് അംഗീകരിക്കുകയും അറിയുകയും ചെയ്തു. ബാബ എന്തു പറഞ്ഞു? എൻ്റെ കുട്ടികൾ. അപ്പോൾ കുട്ടികൾ സ്വതവേ തന്നെ സമ്പത്തിൻ്റെ അധികാരിയാണ്. ബാബ എന്ന് പറയുന്നുവല്ലോ. എല്ലാവരും ഒരേ ഒരു വാക്കാണ് പറയുന്നത്, എൻ്റെ ബാബ. ഇങ്ങനെയാണോ? എൻ്റെ ബാബയാണോ? ഇതിൽ കൈ ഉയർത്തു. എൻ്റെ ബാബയാണ്. അപ്പോൾ എൻ്റെ സമ്പത്തല്ലേ? എൻ്റെ ബാബയാണ് എന്നിരിക്കെ എൻ്റെ സമ്പത്തും ചേർക്കപ്പെട്ടിരിക്കുന്നു. സമ്പത്ത് എന്താണ്? ബാബയ്ക്ക് സമാനം ആകണം, വിജയി ആകണം. ബാബ്ദാദ കണ്ടു, ഡബിൾ ഫോറിനേഴ്സിൽ മെജോറിറ്റിയും കൈകോർത്താണ് നടക്കുന്നത്. കൈകോർക്കുക, നടക്കുക, ഇത് ഫാഷനാണ്. ഇപ്പോഴും ബാബു പറയുന്നു, പിതാവായ ശിവബാബയുടെ കൈ എന്താണ്? ഈ കൈകൾ അല്ല. അപ്പോൾ ശിവബാബയുടെ കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ കൈ ഏതാണ്? ശ്രീമത്താണ് ബാബയുടെ കൈ. ഇതുപോലെ സ്ഥൂലത്തിൽ കൈയിൽ കൈ പിടിച്ച് നടക്കുന്നത് ഇഷ്ടം തോന്നുന്നു. അപ്പോൾ ശ്രീമത്തിൻ്റെ കയ്യിൽ കൈ പിടിച്ച് നടക്കുക ഇത് പ്രയാസമാണോ? ബ്രഹ്മബാബയെ കണ്ടിട്ടുണ്ട്, പ്രാക്ടിക്കൽ തെളിവ് കണ്ടിട്ടുണ്ട്. ഓരോ ചുവടും ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലൂടെ സമ്പൂർണ്ണ ഫരിസ്ത സ്ഥിതിയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നുവല്ലോ. അവ്യക്ത ഫരിസ്തയായി മാറിയില്ലേ? അപ്പോൾ ഫോളോ ഫാദർ. ഓരോ ശ്രീമത്തും എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെയും ഓരോ ചുവടിനുമുള്ള ശ്രീമത്ത് ബാബ്ദാദ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ എഴുന്നേൽക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കർമ്മം ചെയ്യണം, മനസ്സിൽ എന്തെല്ലാം സങ്കല്പിക്കണം, സമയത്തെ എങ്ങനെ ശ്രേഷ്ഠമായി ചിലവഴിക്കണം. രാത്രിയിൽ ഉറങ്ങുന്നത് വരെയും ശ്രീമത്ത് ലഭിച്ചിട്ടുണ്ട്. ഇത് ചെയ്യണോ അതോ ചെയ്യണ്ടേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. ഫോളോ ബ്രഹ്മ ബാബ. അപ്പോൾ ബാബ്ദാദയ്ക്ക് ആഴത്തിലുള്ള സ്നേഹമുണ്ട്. ബാബ്ദാദ ഓരോ കുട്ടിയെയും വിജയി ആകാതിരിക്കുന്നത്, രാജാവാകാതിരിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ കുട്ടിയും രാജാവാകുന്ന കുട്ടിയാണ്, സ്വരാജ്യ അധികാരിയാണ്. അതിനാൽ തൻ്റെ സ്വരാജ്യം മറന്നു പോകരുത്. മനസ്സിലായോ? ബാബ്ദാദ പലതവണ സൂചന നൽകിയിട്ടുണ്ട്. സമയം അപ്രതീക്ഷിതവും നിർണായകവുമായത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ എവർ റെഡിയുടെയും അശരീരി സ്ഥിതിയുടെയും അനുഭവം ആവശ്യമാണ്. എത്ര തന്നെ ബിസിയായിക്കൊള്ളട്ടെ, എന്നാൽ ബിസിയായിരിക്കുമ്പോഴും ഒരു സെക്കൻഡിൽ അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ഇപ്പോൾ മുതൽ ചെയ്തു നോക്കൂ. താങ്കൾ പറയും, നമ്മൾ വളരെ ബിസിയായിരിക്കുന്നു.
എത്ര തന്നെ ബിസി ആയിക്കൊള്ളട്ടെ, താങ്കൾക്ക് ദാഹം തോന്നുന്നു എങ്കിൽ എന്തു ചെയ്യും? വെള്ളം കുടിക്കുമല്ലോ. കാരണം ദാഹിച്ചാൽ വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അശരീരി ആത്മീക സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസവും ആവശ്യമാണ്. കാരണം വരാൻ പോകുന്ന സമയത്ത് 4 ഭാഗത്തുമുള്ള ചഞ്ചലതയിൽ അചഞ്ചല സ്ഥിതിയുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഇപ്പോൾ മുതൽ വളരെ കാലത്തെ അഭ്യാസം ചെയ്യുകയില്ലെങ്കിൽ അതിചഞ്ചലതയുടെ സമയത്ത് എങ്ങനെ അചഞ്ചലമായിരിക്കും? മുഴുവൻ ദിവസത്തിലും 1-2 മിനിറ്റെങ്കിലും കണ്ടെത്തി ചെക്ക് ചെയ്യൂ. സമയമനുസരിച്ച് ആത്മീയ സ്ഥിതിയിലൂടെ അശരീരി ആകുവാൻ സാധിക്കുന്നുണ്ടോ? ചെക്ക് ചെയ്യൂ, ചേഞ്ച് ചെയ്യൂ. കേവലം ചെക്ക് ചെയ്താൽ പോരാ, ചേഞ്ചും ചെയ്യൂ. അപ്പോൾ വീണ്ടും വീണ്ടും ഈ അഭ്യാസത്തെ ചെക്ക് ചെയ്യുന്നതിലൂടെ, റിവൈസ് ചെയ്യുന്നതിലൂടെ നാച്ചുറൽ സ്ഥിതി ഉണ്ടാകും. ബാപ്ദാദയോട് സ്നേഹമുണ്ട്. ഇതിലാണെങ്കിൽ എല്ലാവരും കൈ ഉയർത്തുന്നു. സ്നേഹമുണ്ടല്ലോ, ഫുൾ സ്നേഹമുണ്ട്. ഫുള്ളാണോ അതോ അപൂർണമാണോ? അപൂർണമല്ലല്ലോ. സ്നേഹമുണ്ടെങ്കിൽ വാഗ്ദാനം എന്താണ്? എന്ത് വാഗ്ദാനമാണ് ചെയ്തത്? കൂടെ പോകും. അശരീരിയായി കൂടെ പോകും. അതോ പിന്നാലെ പിന്നാലെ വരുമോ? കൂടെ പോകുമോ? അല്പം സമയം വതനത്തിൽ കൂടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ബ്രഹ്മബാബയോടൊപ്പം ഫസ്റ്റ് ജന്മത്തിൽ വരും. ഈ വാഗ്ദാനം ഉണ്ടല്ലോ. കൈ ഉയർത്തിക്കുന്നില്ല. ഇങ്ങനെ തലകുലുക്കൂ. കൈ ഉയർത്തി ക്ഷീണിച്ചു പോകുമല്ലോ. കൂടെ പോവുക തന്നെ വേണം. പിന്നിൽ അവശേഷിക്കരുത് എന്നിരിക്കെ ബാബയും ആരെയാണ് കൂടെ കൊണ്ടുപോവുക? ബാബ സമാനമായവരെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. ബാബയ്ക്കും ഒറ്റയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല. കുട്ടികൾക്ക് കൂടെ പോകണം. അപ്പോൾ കൂടെ പോകുന്നതിനായി തയ്യാറാണല്ലോ. തല കുലുക്കൂ. ആണോ? എല്ലാവരും പോകുമോ? ശരി, എല്ലാവരും പോകുന്നതിനായി തയ്യാറാണോ? എപ്പോഴാണോ ബാബ പോകുന്നത് അപ്പോൾ പോകുമല്ലോ. ഇപ്പോൾ പോവുകയില്ല. ഇപ്പോഴാണെങ്കിൽ ഫോറിനിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ടല്ലോ. ബാബ ഓർഡർ ചെയ്യും. നഷ്ടമോഹ സ്മൃതി ലബ്ധയുടെ മണി മുഴക്കും. കൂടെ പോവുകയും ചെയ്യും. അപ്പോൾ തയ്യാറാണല്ലോ. സ്നേഹത്തിൻ്റെ അടയാളമാണ് കൂടെ പോവുക എന്നത്. ശരി. ബാബ്ദാദ ഓരോ കുട്ടിയെയും അകലെയായിരുന്നാലും അടുത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സയൻസിൻ്റെ സാധനങ്ങൾക്ക് അകലെയുള്ളതിനെ അടുത്താക്കുവാൻ സാധിക്കുന്നു, കാണുവാൻ സാധിക്കുന്നു, സംസാരിക്കാൻ കഴിയുന്നു. അപ്പോൾ ബാബ്ദാദയും ദൂരെ ഇരുന്നുകൊണ്ട് കുട്ടികളെ ഏറ്റവും അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അകലെയല്ല, ഹൃദയത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ വിശേഷിച്ച് ടേൺ അനുസരിച്ച് വന്നിരിക്കുന്ന കുട്ടികളെ തൻ്റെ ഹൃദയത്തിലും നയനങ്ങളിലും ലയിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെയും കൂടെ പോകുന്നവരായി, കൂടെ ഇരിക്കുന്നവരായി, കൂടെ രാജ്യം ഭരിക്കുന്നവരായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നു മുതൽ മുഴുവൻ ദിവസത്തിലും വീണ്ടും വീണ്ടും ഏതൊരു ഡ്രിൽ ചെയ്യും? ഈ നിമിഷം 1 സെക്കൻഡിൽ ആത്മാഭിമാനി തൻ്റെ ശരീരത്തെ കാണുമ്പോഴും അശരീരി സ്ഥിതിയിൽ വേറിട്ടതും ബാബയ്ക്ക് പ്രിയപ്പെട്ടതുമായി അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 1 സെക്കൻഡിൽ അശരീരി ഭവ. ശരി, ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ ദിവസത്തിലും ഏതു വിധേനയും 1 മിനിറ്റ് കണ്ടെത്തി ഈ അഭ്യാസത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കൂ. കാരണം ബാബ്ദാദ അറിയുന്നുണ്ട്, വരാൻ പോകുന്ന സമയം അതിനിലവിളിയുടേതായിരിക്കും. നിങ്ങൾക്കേവർക്കും
സകാശ് നൽകേണ്ടി വരും. സകാശ് നൽകുന്നതിൽ തന്നെ താങ്കളുടെ സ്വന്തം തീവ്ര പുരുഷാർത്ഥം നടക്കുകയും ചെയ്യും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സകാശിലൂടെ സർവശക്തികളും നൽകേണ്ടി വരും. ആരാണോ ഇങ്ങനെയുള്ള നിർണായക സമയത്ത് സകാശ് നൽകുന്നത്, എത്ര പേർക്ക് നൽകുമോ, വളരെ പേർക്കായാലും കുറച്ചു പേർക്കായാലും അത്രയും പേർ ദ്വാപരയിലും കലിയുഗത്തിലും അവരുടെ ഭക്തരാകും. അപ്പോൾ സംഗമത്തിൽ ഓരോരുത്തരും ഭക്തരെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നൽകപ്പെട്ട സുഖവും ശാന്തിയും അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളപ്പെടും. ഭക്തിയുടെ രൂപത്തിൽ താങ്കൾക്ക് റിട്ടേൺ നൽകുകയും ചെയ്യും. ശരി, 4 ഭാഗത്തുമുള്ള ബാബ്ദാദയുടെ നയനങ്ങളിലെ പ്രകാശവും വിശ്വത്തിൻ്റെ ആധാരവും ഉദ്ധരിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് മാസ്റ്റർ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന വിശ്വപരിവർത്തകരായ കുട്ടികൾക്ക് വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും കോടി മടങ്ങ് വരദാനവും സ്വീകരിച്ചാലും. ശരി, വരദാനം കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയുടെയും പൊസിഷൻ്റെയും ലഹരിയിലൂടെ കൽപ്പകൽപ്പങ്ങളിലെ അധികാരിയായി ഭവിക്കട്ടെ. ഞാനും എൻ്റെ ബാബയും ഈ സ്മൃതിയിൽ കമ്പൈൻഡ് ആയിരിക്കൂ. ഈ ശ്രേഷ്ഠ പൊസിഷൻ സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ബ്രാഹ്മണരാണ്, നാളെ ദേവതയാകും. ഹം സോഹം എന്ന മന്ത്രം സദാ ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ ഈ ലഹരിയിലും സന്തോഷത്തിലും പഴയ ലോകം സഹജമായി മറന്നു പോകും. സദാ ഈ ലഹരി ഉണ്ടായിരിക്കും. നമ്മൾ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിലെ അധികാരിയായ ആത്മാവ്. നമ്മൾ തന്നെ ആയിരുന്നു, നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ കൽപ്പകൽപ്പങ്ങളിൽ ആവുകയും ചെയ്യും. സ്ലോഗൻ: സ്വയം തൻ്റെ തന്നെ ടീച്ചറാകൂ. അപ്പോൾ സർവ ദൗർബല്യങ്ങളും സ്വതവേ സമാപ്തമായിക്കൊള്ളും. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. പൊതുവെ ബന്ധിക്കപ്പെടുന്നത് ആർക്കും നല്ലതായി തോന്നുന്നില്ല. എന്നാൽ എപ്പോഴാണോ പരവശമാകുന്നത് അപ്പോൾ ബന്ധിക്കപ്പെടുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, പരവശ ആത്മാവാണോ അതോ സ്വതന്ത്രമാണോ? ജീവൻ മുക്തിയുടെ രസം ഇപ്പോഴാണുള്ളത്. ഭാവിയിൽ ജീവൻ മുക്തിയുടെയും ജീവൻ ബന്ധനത്തിൻ്റെയും കോൺട്രാസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഈ സമയത്തെ ജീവൻ മുക്തിയുടെ അനുഭവം ശ്രേഷ്ഠമാണ്. ജീവിതത്തിലാണ്, എന്നാൽ മുക്തമാണ്, ബന്ധനത്തിലല്ല. ഓം ശാന്തി. സ്മൃതി തൻ തേരിൽ പറന്നുവരാ ബാബാ, നിൻ ചാരേ വന്നു മനം തുറക്കാം. സ്നേഹത്തിൻ മുത്തുമാല കോർത്തിടാം, അതിലൊരു മുത്തായി ചേർന്നിരിക്കാം. സ്മൃതി തൻ തേരിൽ പറന്നുവരാ ബാബാ, നിൻ ചാരേ വന്നു മനം തുറക്കാം.
ലോകം വിളിക്കുന്നൊരെൻ പ്രിയ ബാബ എന്നെ തേടി അരികിൽ വന്നണഞ്ഞു. ലോകം വിളിക്കുന്നൊരെൻ പ്രിയ ബാബ എന്നെ തേടി അരികിൽ വന്നണഞ്ഞു. ആത്മമിത്രം നീ, മാർഗദീപം നീ, ജീവന്റെ ജീവനാം സ്നേഹിതനേ. വിശ്വം രചിക്കുന്ന നിൻ ചാരത്തായി ഒരു പൈതലായി ഞാൻ നടന്നിടാം. വിശ്വം രചിക്കുന്ന നിൻ ചാരത്തായി ഒരു പൈതലായി ഞാൻ നടന്നിടാം. അച്ഛനും നീയേ, അമ്മയും നീയേ, ജീവന്റെ ജീവനാം സ്നേഹിതനേ. സ്മൃതി തൻ തേരിൽ പറന്നു വരാം ബാബാ, നിൻ ചാരേ വന്നു മനം തുറക്കാം. സ്നേഹത്തിൻ മുത്തുമാല കോർത്തിടാം, അതിലൊരു മുത്തായി ചേർന്നിരിക്കാം. സ്മൃതി തൻ തേരിൽ പറന്നു വരാം ബാബാ, നിൻ ചാരേ വന്നു മനം തുറക്കാം.